ട്രോളുകളൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. എന്താ എൻജോയ് എന്ന് പറഞ്ഞ ഇങ്ങനെയാ എടുത്ത് എടുക്കണ്ടല്ലോ, അതവിടെ ഇരിക്കല്ലേ. ഞാനെന്തിനാ എടുക്കുന്നത്? എനിക്ക് താല്പര്യമുള്ള കാര്യം ഞാൻ സെർച്ച് ചെയ്ത് പോയി തപ്പിക്കാണറിയുള്ളൂ. ഇതെനിക്ക് എടുക്കാൻ തോന്നാറില്ല, ഒന്നും എടുക്കാറില്ല. ഒരാളിപ്പോൾ നമ്മൾ ട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇത് അയാളുടെ വ്യൂവർഷിപ്പ് കൂടാനും എന്നെ ട്രോളി കഴിഞ്ഞാൽ കൂടുതൽ ആളുകളുടെ കയറും എന്നുള്ളത് കൊണ്ട് അയാളുടെ ബോധ്യങ്ങളിൽ ചെയ്യുന്നതാണല്ലോ അത്. നമ്മുടെ പണി നോക്കി നമ്മൾ ചെയ്യാറുള്ളൂ. സിനിമയും നന്നായാലേ ഇപ്പോൾ കാര്യമുള്ളൂ. കാരണം ഈ സിനിമ ആൾക്കാർ കാണണമല്ലോ, കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തേക്കുന്ന സംഭവം ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അല്ല, കാസ്റ്റിനോവ് ശരിക്കും സിനിമയ്ക്ക് വേണ്ടി ചെയ്തതല്ല, അത് ഓൾറെഡി ചെയ്ത് വെച്ച 13, 12, 13 വയസ്സുള്ളപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് പാട്ടുകൾ ചെയ്യുമായിരുന്നു. ആരോ നെഞ്ചില് എല്ലാ സ്റ്റേജിലും പാടാൻ പറയുമ്പോ ഭയങ്കര എക്സോസ്റ്റഡ് ആവും. നമ്മളങ്ങനെ ആരെങ്കിലും പറയുന്ന പാടാറില്ല. അന്ന് എനിക്ക് രണ്ട് അതിന് വേണ്ടിയാണ് ഇത്രയും ചോദിച്ചത്. ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ഈ ഫെബ്രുവരിയിൽ ഇടിമഴ കാറ്റ് എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വി ഹാവ് ദ ഹോൾ ടീം. ഗൗരി ലക്ഷ്മി, ഗണേഷ്, അമ്പിളി എസ് രംഗൻ ആൻഡ് സെന്റിൽ സോ, 4 പേർക്കും വെൽക്കം. ഒരു ലോങ് ജേർണി. ശരിക്കും ഈ ഫസ്റ്റ് കഥ കേൾക്കുമ്പോൾ ഉണ്ടായൊരു എക്സൈറ്റ്മെന്റിൽ നിന്ന് റിലീസിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ശരിക്കും അത് വർക്ക് പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്കും? തീർച്ചയായിട്ടും അതെന്ത് റിക്വയർ ചെയ്യുന്ന ഒരാൾക്ക് എന്തായിരിക്കും ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക, അത് തന്നെയാണ്. എക്സൈറ്റഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ വളരെ സന്തോഷമുണ്ട്. സിനിമ പൂർത്തിയാക്കി സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നു, അതിനകത്തുള്ള ഒരു സന്തോഷം പറയാൻ പറ്റാത്തതിനപ്പുറമാണ്. പൊതുവേ റിലീസ് ദിവസങ്ങളൊക്കെ അടുക്കുമ്പോഴത്തേക്കും ഒരു ഉണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് കുറച്ചും കൂടി ഒരു സ്പെഷ്യലാണ്. കാരണം ഒരു നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭയങ്കരമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഔട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലോ, അങ്ങനെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതൽ ഉണ്ടായ ഒരു ഇതുണ്ട്. അത് മേക്ക് ചെയ്യുന്ന സമയത്ത്, അത് കഴിഞ്ഞ് ഇപ്പോൾ റിലീസിങ്ങിനായി വരുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഒരുമിച്ച് എല്ലാം കൂടെ ചേർന്നിട്ട് അത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിങ്ങിലാണ്. ഈ മ്യൂസീഷ്യൻസ് രണ്ടുപേർക്ക് ഇപ്പോൾ തിയേറ്ററിൽ അത് കാണുമ്പോഴത്തേക്കും ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവുമല്ലോ. നമ്മളൊരു ക്രൗഡിൻ്റെ ഇടയിൽ അത്രയും സൗണ്ടിങ്ങിലൊക്കെ കാണുമ്പോൾ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണില്ല. അപ്പോൾ ശരിക്കും തിയേറ്ററിൽ കാണുമ്പോൾ ഒരു പേഴ്സണൽ എക്സൈറ്റ്മെന്റ് എന്തായിരിക്കും ക്രിയേറ്റേഴ്സിന്? ഞാൻ പേഴ്സണലി എൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ഒരു മൂവിയാണ്. ഇപ്പോൾ കുറേ മൂവീസ് തിയേറ്ററിൽ കണ്ട് തീമൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ എൻ്റെ ഒരു തീം അല്ല, ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയ ഒരു തീം വരുമ്പോൾ അത് ഉറപ്പായിട്ട് നല്ലൊരു എക്സൈറ്റിംഗ് ഗൂസ് ബംസ് വരുന്ന സംഭവമാണ്. സോ ഐ എം വെരി ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ച് ദ മൂവി. യൂഷ്വലി തിയേറ്ററിലെ സ്പീക്കേഴ്സ് ഞാൻ കേട്ടിട്ടുള്ളത് പ്ലേ ബാക്ക്, ഞാൻ പാടിയ പാട്ടിലാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. കമ്പോസ് ചെയ്ത പാട്ടുകൾ വളരെ ഈ പറഞ്ഞ ഇഷ്കിലൊരു പാട്ട് ഫീച്ചേർഡ് ആയിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് കമ്പോസ് ചെയ്ത പാട്ടുകൾ അല്ലെങ്കിൽ ഒരു പടത്തിൻ്റെ നമ്മളെ ഭാഗമായിട്ടുള്ള സ്കോറ് ഫുള്ള് അത്രയും വലിയ സ്പീക്കേഴ്സിലും അത്രയും വലിയൊരു ഹാളിൽ ഇരുന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അപ്പം അതൊരു വളരെ ലുക്ക് ഫോർവേഡ് ഫുൾ മൂവി ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പം അതൊരു പുതിയൊരു വളരെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പം അതിന് ഉറപ്പായിട്ടും അതിനൊരു പ്രത്യേക സന്തോഷമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ കൺസേർട്സിലൊക്കെ കാണുമ്പോൾ ഒരു ലൈവ് ഫീഡ്ബാക്ക് ആണല്ലോ, നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. ഈ സിനിമയിലും ഈ മ്യൂസിക്കിൽ ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്റ്റേജ് എന്തായിരിക്കും ശരിക്കും? അത് കുറച്ചുകൂടി പറഞ്ഞാൽ വളരെ സമയമെടുത്ത് മാത്രം നമുക്ക് അതിൻ്റെ ആളുകളുടെ റെസ്പോൺസ് കിട്ടുന്നൊരു, നേരെ ഓപ്പോസിറ്റ് ആണല്ലോ നമ്മൾ ലൈവ് പോയിട്ട് അപ്പോഴേ ആളുകളുടെ കയ്യടി അല്ലെങ്കിൽ അപ്പോഴേ ആളുകൾ റെസ്പോൺസ് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ കുറേ നാളുകൾ കൊണ്ട് പതുക്കെ ഫോമായി വരുന്നൊരു കാര്യമാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. വേറെ ഒരുപാട് ആളുകൾ ഇൻവോൾവ് ആണ്, ആളുകളുടെ എണ്ണവും കൂടുതലാണ്, ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും അതിനുള്ളിൽ. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം മാത്രമല്ല, ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോഴേക്കും ആ സിനിമയിലെ ഡയറക്ടറായിരിക്കാം, അല്ലെങ്കിൽ ആക്ടേഴ്സ് ആയിരിക്കാം, ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആയിരിക്കാം, എല്ലാ കാര്യങ്ങളും ഈ മ്യൂസിക്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമാറ്റോഗ്രാഫി എല്ലാത്തിനും മ്യൂസിക് ചെയ്യുമ്പം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അത്രയും സാധനങ്ങളുടെ ഒരു ഇൻപുട്ടും എല്ലാം കൂടെ എഫക്റ്റ് ചെയ്ത് ലാസ്റ്റ് പുറത്ത് വരുന്ന ഒരു എല്ലാം കൂടെ വരുന്നുള്ള ഔട്ട്കമാണ് ശരിക്കും മൂവി മ്യൂസിക് എന്ന് എനിക്ക് തോന്നുന്നു. മ്യൂസീഷ്യൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കുന്നതല്ല, ഇവരെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും.
അപ്പോൾ അത് ഉറപ്പായിട്ടും കുറച്ചുകൂടി വേറൊരു തരം ഇമോഷനാണ് മൂവി മ്യൂസിക് ചെയ്യാന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ്സ് വെരി ഡിഫറെന്റ് ഫ്രം ഹൗ വി ഡു ഇൻ കോൺസേർട്സ്. എന്തായിരുന്നു ഉണ്ടായിട്ടുള്ള ഒരു കോമൺ ഡിസ്കഷൻ പോയിന്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇവർ പറയുമ്പോൾ എന്താ പറഞ്ഞ ആ ഒരു ക്രക്സ് ശരിക്കും കഥയുടെ കഥ എങ്ങനെയാണ് പറഞ്ഞത്? മീൻസ് മ്യൂസിക് കഥയിൽ തന്നെ ഒരു വൈവിധ്യമുള്ളതുകൊണ്ട് മ്യൂസിക്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് വരണം എന്നാലോചിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് വളരെ റെയറായിട്ടുള്ള ഒരു ഇൻഡി ടൈപ്പ് മ്യൂസിക്സിൻ്റെ ഒരു കാറ്റഗറിയിലേക്ക് ഇത് വരണം എന്നുള്ളത് സ്ക്രിപ്റ്റ് തന്നെ അല്ലെങ്കിൽ സബ്ജക്റ്റ് തന്നെ ക്യാരക്ടേഴ്സ് തന്നെ നേരത്തെ റിക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആരിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ആരെയായിരിക്കും അതിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് ചെന്ന് നിൽക്കുന്നത് ഗൗരിയിലാണ്. എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ലിറ്റററിയിലാണ് നിൽക്കുന്നത്. ഗൗരിയുടെ എഴുത്തുകൾ, ഗൗരി കുറിക്കുന്ന വരികൾക്ക് ആഴമുണ്ട്. അപ്പോൾ ഇതിലെ ചില സംഭവങ്ങൾക്ക് ആഴമുണ്ട്. അപ്പോൾ ആഴവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഗൗരിക്ക് കഴിയും എന്നുള്ളതാണ്, ഗൗരിയുടെ രചനയ്ക്ക് കഴിയും എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, അതിനകത്ത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറയുന്നത്, അവർ തന്നെ അത് മ്യൂസിക് ചെയ്യുമ്പോൾ, ഗൗരിയുടെ തന്നെ അതിൻ്റെ മ്യൂസിക് പ്രസൻറ്റേഷൻ വരുമ്പോൾ അതിന് എന്തായാലും ഒരു സാധ്യത ഉണ്ടാകും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. കേട്ടും അവരുടെ വായിച്ചും ആ വരികൾ വായിച്ചും വന്നപ്പോൾ അത് തന്നെയാണ് ഗൗരിയിലെത്തുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നല്ല ചോയ്സുകളിൽ, ബാക്കിയെടുത്ത എല്ലാ ചോയ്സുകളിലും വളരെ എടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു നല്ല തിരഞ്ഞെടുപ്പ് ഗൗരിയും പിന്നെ ഗണേഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുമാണെന്ന് എനിക്ക് അറ്റ് ദ എൻഡ് എനിക്കത് ബോധ്യമായിട്ടുണ്ട്. അതാണ് അതിൻ്റെ സംഭവം. സനിലേട്ടൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ശരിക്കും? പോലീസാണ്, വൺ ഓഫ് ദ ഫസ്റ്റ് പോലീസായിരുന്നു ചെയ്തതിൽ കരിയറിൽ? അല്ലല്ല, പോലീസ് വേറെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്യാരക്ടറിന് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഈ സാധാരണ നമ്മൾ കാണുന്ന ഒരു പോലീസ് അല്ല. അതിനകത്തൊരു ഡിസ്ലെക്സിയ എന്ന് പറയുന്നൊരു അസുഖം പോലെ ഒരു സംഭവമുള്ള ഒരു ആളാണ്. അപ്പോൾ പിന്നെ ഈ പുള്ളി പാലക്കാടൻ ഒരു ഗ്രാമത്തിലെ ഒരു ആളാണ്. അപ്പോൾ പാലക്കാടൻ സ്ലാങ് സംസാരിക്കണം. പിന്നെ ഭയങ്കര ഈ കോംപ്ലക്സ് ഒക്കെ ഉള്ള ആളാണ്, ഈ നിറത്തിൻ്റെ ഇതിലും ഒക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ പോലീസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഈ പ്ലേ ചെയ്യുമ്പോഴുള്ള ഒരു ഈ മറ്റേ പുള്ളി തന്ന ഏതെങ്കിലും റെഫറൻസ് പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഡയറക്ടർ തന്ന? ആ സ്ക്രിപ്റ്റിൽ കറക്റ്റ് ഫുൾ നമ്മൾ എന്താണോ ആ ക്യാരക്ടർ എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ഒരു 1-2 പ്രാവശ്യം ഒരു സീന് വായിക്കുമ്പോൾ തന്നെ ക്യാരക്ടർ നമുക്ക് കിട്ടും. പിന്നെ ഈ ക്യാരക്ടറിൻ്റെ ഓരോ സ്വഭാവത്തിലുള്ള ഓരോ മൈന്യൂട്ട് കുറേ സാധനങ്ങൾ നമ്മൾ മറ്റെവിടെയൊക്കെയോ ആരിലൊക്കെയോ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഞങ്ങൾ രണ്ടുപേരും സെയിം പ്രൊഫഷൻ ഫോളോ ചെയ്യുന്നവരാണ്. സെയിം പ്രൊഫഷൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് പല ജോലികളും എന്ന് പറയുമ്പോഴും സിനിമയും മ്യൂസിക്കും കുറച്ചുകൂടെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണെന്ന് എപ്പോഴും പറയാറുണ്ട്. ഈ ശരിക്കും അത് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രത്യേകിച്ച് സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മ്യൂസിക്കലായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എങ്ങനെ ആ പേഴ്സണൽ ലൈഫിൻ്റെ ഒരു പെർഫെക്റ്റ് ബാലൻസ് കൊണ്ടുവരിക? അത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഇത് ചെയ്യുമ്പോൾ തന്നെ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരു 1-2 ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല. കുറച്ച് ഇപ്പം നമ്മൾ ഒരു റീലായിട്ടുള്ള ചെയ്യാം. അപ്പം ഓരോ റീലും ഒരിക്കലെങ്കിൽ മടുപ്പ് വരരുതെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മടുപ്പ് വരിക എന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാരണം നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഒന്ന് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും ആ മടുപ്പ് വരും. അപ്പം വളരെ ക്ലിയർ ആയിട്ട് മറ്റേ ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. മേക്ക് ഷുവർ ഇതല്ലാണ്ട് പേഴ്സണൽ ടൈമും ഉണ്ടാവും. ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്കിത് മടുപ്പായി തുടങ്ങി കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റിനെ ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇത്ര മണി കഴിഞ്ഞാൽ ഇത് മാറ്റി വെച്ച് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും, TV കാണും. അല്ലെങ്കിൽ കഴിഞ്ഞ് ഇത്ര മണിക്ക് രാവിലെ ഇത്ര മണിക്ക് നമ്മൾ തുടങ്ങും. അപ്പം അങ്ങനെ ആ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് പോയത് കൊണ്ട് മടുപ്പ് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ആ റിലാക്സ് ചെയ്യാനുള്ള സമയം കറക്റ്റ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും നമ്മളത് ബാധിച്ചു. സിനിമ അവസാനമാക്കി എത്തുമ്പോഴേക്കും നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇടുന്ന സമയം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റീസ് ആണ് തന്നെ കൊടുക്കണം എന്നുള്ളതിന് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ ടൈം ഡിവൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഇതിന്റെ സ്കോർ ചെയ്യുമ്പോൾ ഇത് മാത്രമായിരുന്നു ഞങ്ങളുടെ തലയിൽ. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും, അതിനെക്കുറിച്ചാണ്. അപ്പൊ അത് ഒരു പരിധി കൂടുതൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളൊരു കുഴിക്കകത്തോട്ട് പോകും. അതുകൊണ്ട് ആ ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ടൈമിന്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട്, ഈ രണ്ടുപേരും കൂടെയുള്ള ക്രിയേറ്റീവ് ഡിഫറൻസിലാണ് കുറച്ചുകൂടെ
ബെറ്റർ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയാം. ഇപ്പൊ 2 ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ രണ്ട് അഭിപ്രായങ്ങളായിരിക്കാം ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. അപ്പൊ സ്കോർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർലി നമ്മുടെ റോൾ അറിയാം. ഒരു ബ്ലാങ്ക് ആയിട്ട് ഒരു സീൻ കാണുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു മെലഡി ഐഡിയ ആണ് യൂഷ്വലി വരുന്നത്. അപ്പൊ പുള്ളിക്കാരിയുടെ ഒരു മെലഡി ഐഡിയ പറയും, അതിന്റെ ഒരു ക്രക്സ് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇരുന്ന് ചെയ്യും. അല്ലെങ്കിൽ സംടൈംസ് ഐ വിൽ ഗെറ്റ് എ മെലഡി ഐഡിയ, അതില് പുള്ളിക്കാരി മെലഡിയിൽ എന്താ മാറ്റുന്നതെന്ന് ആ മെയിൻ കോർ നമ്മൾ പാടാൻ പറ്റുന്ന ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് പാടാൻ പറ്റുന്ന സംഭവം ഉണ്ടല്ലോ, അത് മോസ്റ്റ്ലി പുള്ളിക്കാരിയാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ബാക്കി ഫുൾ എലാബറേറ്റ് എലിമെന്റ്സ്, ഓർക്കസ്ട്രേഷൻ ആണെങ്കിൽ, ഡ്രംസ് ആണെങ്കിൽ, പെർക്കഷൻ ആണെങ്കിൽ, വാട്ട് എവർ എവറിത്തിങ് എൽസ്, അത് ഞാൻ ഇരുന്ന് എനിക്ക് ഉള്ള ഇൻഫ്ലുവൻസസും എനിക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഒക്കെ വെച്ച്. പിന്നെ നമുക്കിതിൽ ക്ലിയർ ആയിട്ട് 4 മെയിൻ ക്യാരക്ടേഴ്സും 5 ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ. ഓരോരോ ആൾക്ക് നമ്മൾ ഒരു പ്രാവശ്യം സിനിമ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആർക്കൊക്കെയാണ് തീം വെക്കേണ്ടത്, എന്തൊക്കെയാണ് തീം എന്ന് മനസ്സിലായി. വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഓരോ ആർട്ടിസ്റ്റിനും ഓരോ ക്യാരക്ടേഴ്സിന് തീം ഉണ്ടാക്കി. ലൈക്ക് ഞാൻ ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്കോറിൽ എല്ലാത്തിലും ക്യാരക്ടർ തീംസ് ഉണ്ടാവും. ആ തീം ബേസ്ഡ് ചെയ്തിട്ടാണ് ഒരു മെലഡി ഉണ്ടാക്കിയിട്ട് ആ മെലഡി തന്നെ ലൈക്ക് ഒരു സാഡ് സീൻ വരുമ്പോൾ അത് വെച്ച് തന്നെ സാഡ് ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ അതുപോലെ വേറെ വേരിയസ് ഇമോഷൻസ് ഒരേ മെലഡിയിൽ കൺവേ ചെയ്യാൻ നോക്കുക എന്നുള്ള ഇതാണ് എനിക്കറിയാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഐ എം ബേസിക്കലി എ ഡ്രമ്മർ, ബട്ട് ഇത് ഞാൻ പഠിച്ചത് ഇങ്ങനത്തെ ഒരു സംഭവമാണ്. ആൻഡ് ഇത് നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോരോ ആളുടെ തീമും ഒരു പ്ലസന്റ് ഇതിൽ വരുമ്പോൾ ആ തീം ഒരു ഇതിൽ വരും. പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സീന് വരുമ്പോൾ ആ തീം തന്നെ കുറച്ച് ഇമോഷണൽ ആയിട്ട് പോർട്രേ ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. മ്യൂസിക്കലി ചെയ്യുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ളതാണ്. കാരണം ഒരു പ്രോട്ടോഗണിസ്റ്റ് ആയിട്ട് ഒരു ക്യാരക്ടറിനുള്ള റൂട്ടല്ല, 5 ക്യാരക്ടേഴ്സ് പാരലായിട്ട് മൂവ് ചെയ്തുകൊണ്ട്. സോ മ്യൂസിക്കിൽ റൈറ്റിങ്ങിലെ പോലെ തന്നെ മ്യൂസിക്കിനൊരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഒരു പ്ലോട്ട് ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് വളരെ ഫസ്റ്റ് ഡിസ്കഷനിൽ തന്നെ 5 ജോണറല്ല, ഒരു ജോണറാണ്, പക്ഷേ 5 ക്യാരക്ടേഴ്സാണ് അതിനകത്ത്. 5 ക്യാരക്ടേഴ്സ് ഓൾ ആർ ഈക്വൽ. അവരുടെ എല്ലാ ഇമോഷൻസും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു യാത്ര പോലെ. സോ മ്യൂസിക് ചെയ്യുമ്പോൾ തന്നെ അവർക്കുണ്ടാകുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഒരു തീമിൽ നിന്നുകൊണ്ടല്ല, ഈ 5 പേരുടെ ഇമോഷൻസിൽ നിൽക്കണം. അത് വളരെ ടഫായിട്ടുള്ളൊരു ഏരിയയാണ്. പക്ഷേ അത് വളരെ മനോഹരമായി ബ്ലെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇടിമഴകാരൻ്റെ മ്യൂസിക്കൽ സൈഡ്. കാരണം ഞാനതിൻ്റെ ഫൈനലിൽ മിക്സിങ്ങിലേക്ക് പോകുമ്പോൾ ഈ സിനിമ ഇത്രത്തോളം മ്യൂസിക്കലായിരുന്നു എന്നുള്ളത് റെവലേഷൻ ചിലപ്പോൾ എനിക്ക് അപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ അത്രയും മ്യൂസിക്കൽ അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഇവർ അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഗൗരിയും ചെയ്തിട്ടുണ്ട്, ഐ മീൻ ബോത്താർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരു എനിക്ക് തോന്നുന്നു അത് വളരെ പെക്യുലർ, നമുക്ക് എടുത്തു പറയാൻ വളരെ വളരെ ആദ്യമായി എന്നൊക്കെ തോന്നാൻ പറ്റുന്ന കുറച്ച് മ്യൂസിക്കൽ മൊമെന്റ്സ് അതിനകത്തുണ്ട്. ഇപ്പോൾ സെൻറ്റിലോട്ട് ഇപ്പോൾ ചില ആക്ടേഴ്സിനൊരു ഫേസ് ഉണ്ടാവില്ല. അതായത് ഈ ചിലപ്പോൾ ആ സിനിമ വർക്കായില്ല, ആ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പൊ ചില റിവ്യൂലൊക്കെ പറയുന്നത് സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമ വർക്കായില്ല, പക്ഷെ ആ ക്യാരക്ടർ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ ആക്ടർ ഉണ്ടാവുന്ന ഒരു ഭയങ്കര ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, അയാളെ നന്നായിട്ട് ചെയ്തു പക്ഷെ സിനിമ വർക്കായില്ലെങ്കിൽ ശരിക്കും എന്തായിരിക്കും ആ ഒരു മൈൻഡ് സെറ്റ് കൂടെ പോകണമെന്നൊക്കെ. അല്ല, നമ്മൾ സിനിമയും നന്നായാലേ ഇപ്പോൾ കാര്യമുള്ളൂ. കാരണം ഈ സിനിമ ആൾക്കാർ കാണണമല്ലോ, കണ്ടു കഴിഞ്ഞാലേ നമ്മൾ ചെയ്തേക്കുന്ന സംഭവം ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കഥാപാത്രം മാത്രം നന്നായിട്ട് കാര്യമില്ല, ആ സിനിമയും കൂടി ഇഷ്ടപ്പെടുന്നതാകണം ആൾക്കാർക്ക്. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ ചിലപ്പോൾ? ഇപ്പൊ ബാഡ് ബോയ്സിലൊക്കെ ഭയങ്കര നല്ല ക്യാരക്ടറാണ്, പക്ഷെ അത് കുറച്ചുപേരോടെ കണ്ടിരുന്നെങ്കിലൊക്കെ നന്നായി. ഉറപ്പായിട്ടും അത് ഇനിയുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ അത് OTT വരുമ്പോൾ എല്ലാവരിലേക്ക് എത്തും എന്നുള്ളതാണ് ഇനി ഉള്ള പ്രതീക്ഷ. അത് ഭയങ്കര നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കോമഡി ചെയ്തിരിക്കുന്ന ത്രൂ കോമഡി ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അതിനകത്ത്. അപ്പം അത് ഓണത്തിനാണ് ഇറങ്ങിയത്. അതിനി ഇനി OTT വരുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും. ഇപ്പൊ ഈ കാസിനോ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ശരിക്കും അന്ന് എന്തായിരുന്നു ഈ സിനിമ മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു പെർസ്പെക്റ്റീവ്? ശരിക്കും സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് അല്ല, കാസിനോ ശരിക്കും സിനിമയ്ക്ക് വേണ്ടി ചെയ്തതല്ല, അത് ഓൾറെഡി ചെയ്ത് വെച്ച അന്ന് 13, 12, 13 വയസ്സുള്ളപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് പാട്ടുകൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തു വെച്ചൊരു പാട്ട് അവർ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെടുത്തതാണ്, സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ല, വളരെ കാഷ്വലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട്. ഓവർ ദി ടൈം എങ്ങനെയാ ഈ പ്രോസസ്സ് കുറച്ചുകൂടെ? ഞാൻ അങ്ങനെ ഒരുപാട് സിനിമയുടെ പുറകെ പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതൊക്കെ ഇടയ്ക്ക് കുറച്ച് എൻക്വയറീസും വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ അങ്ങനെ ഒരുപാട് മൂവി മ്യൂസിക്കിന്റെ പുറകെ പോയിട്ടില്ല. ഇത് വളരെ യാദൃശ്ചികമായിട്ട് വന്ന ഒരു ഓഫറാണ് ഈ മൂവിയിൽ വർക്ക് ചെയ്യാന്നുള്ളത്.
പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. ഓഫ് കോഴ്സ് പാട്ടിൽ വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ് ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്, ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷെ അതല്ലാതെ അതിന്റെ പുറകെ പോക്ക് അധികം ചെയ്തിട്ടില്ല. ചോദിക്കാറുണ്ടോ പലരും എന്താ സിനിമയിൽ കുറച്ചുകൂടെ ഇപ്പൊ ലിറ്ററലി നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മൂവി സോങ് 2020 ആ ടൈമിലാണ്. അപ്പൊ ചോദിക്കാറുണ്ടോ പലരും എന്താ സിനിമയിൽ ഇങ്ങനെ? ചോദിക്കാറുണ്ട്, എനിക്കറിയില്ല, ഞാൻ അങ്ങനെ മൂവി മ്യൂസിക്കിന്റെ പുറകെ ഒരുപാട് പോയിട്ടില്ല, അത്ര ഉള്ളത്. ചോദിക്കാറുണ്ടോന്ന് ഞാൻ ചോദിക്കാറുണ്ട്. വരാറുണ്ട്, അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങോട്ടോ ലൈക്ക് പ്ലേ ബാക്ക് ഓഫ് കോഴ്സ് വരാറുണ്ട്, പ്ലേ ബാക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്, അന്ന് ഉറപ്പായിട്ടും പോയി പാടാറുണ്ട്. മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി വർക്ക് ലോഡുള്ളൊരു സാധനമാണ്, കുറച്ചുകൂടെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതാണ്, എനർജി കൊടുക്കേണ്ടതാണ്. അപ്പം അത് വളരെ ആലോചിച്ച് മാത്രം എടുക്കേണ്ട ഒരു കാര്യമാണെന്നും ആലോചിച്ചെടുക്കേണ്ട ഒരു പാത്താണെന്നും എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് നമുക്ക് ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും നമ്മളെ മാത്രമല്ല, ഒരുപാട് പേരെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, കുറച്ചുകൂടെ വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അത് വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യം. ശരിക്കും അതൊരു കംഫർട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണ് കുറച്ചുകൂടെ കംഫർട്ട് സ്പേസ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും. ശരിക്കും ഇടിമഴക്കാറ്റ് വരുമ്പോ ഏതാ ശരിക്കും ഇതിന്റെ ഒരു ജോണർ കൈൻഡ് ഓഫ്? ഇതൊരു സോഷ്യൽ സറ്റയറാണ്. ഇതിനകത്ത് സോഷ്യൽ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന എലമെൻറ്റ്സ് എല്ലാം ഉണ്ടാകും. പൊളിറ്റിക്സ് ഉണ്ട്, റിലേഷൻഷിപ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു സോഷ്യൽ സറ്റയറാണ്, ബട്ട് ഒരു ജേണിയാണ്, ഒരു യാത്രയാണ്. അത് അങ്ങനെയാണ്, ഒരു യാത്രയാണ്. അത് കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ കേരളത്തിൻ്റെ 4 വില്ലേജസിന് അകത്തൂടെയാണ് ഇത് പോകുന്നത്. ഈ 4 വില്ലേജസിൻ്റെ പ്രതിനിധീകരിച്ചിട്ടാണ് ഈ ക്യാരക്ടേഴ്സ് നിൽക്കുന്നത്. ചെമ്പൻ വിനോദിൻ്റെ ക്യാരക്ടർ പാലക്കാടാണ്, സെന്തിലിൻ്റെ ക്യാരക്ടർ പാലക്കാടാണ്, ശ്രീനാഥ് ബാസി ട്രിവാൻഡ്രമാണ്, സെന്തിൽ ശരൺജിത്ത് തൃശ്ശൂരാണ്, സുധീകോപ മലപ്പുറമാണ്. അപ്പോൾ നമ്മൾ അത് ചാപ്റ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ 4 വൈവിധ്യം, അവിടുത്തെ ഭാഷകളും ഡയലക്ട്സും ഒക്കെ നമ്മൾ ഭയങ്കര അരോചകമല്ലാതെ രസകരമായി ഉപയോഗിച്ചിട്ടുണ്ട്. നായിക ബംഗാളിയാണ്. ശരിക്കും എന്താ ഈ മൊത്തത്തിലൊരു സ്വാപ്പ് ചെയ്യാനുള്ള ഒരു റീസൺ? എല്ലാ ടെറൈനും മാറ്റി അങ്ങനെയല്ല, അത് ഇതൊരു മറ്റേ പറയുന്നത് പോലെ ഓരോ കഥാപാത്രങ്ങളുടെ അല്ല, ഈ പെൺകുട്ടിക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുന്ന വഴികളാണത്. ആ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിലെ കഥാപാത്രങ്ങളാണ് ഇവരില്ല. അങ്ങനെയാണ്, അതൊരു പ്ലോട്ട് തന്നെയാണ്. ബാസിനെ ട്രിവാൻഡ്രം ആക്കുന്നത് ബാസിയുടെ കഥാപാത്രത്തിന് ബാസി തന്നെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നം ബാസിയുടെ ക്യാരക്ടറാണ്. ഈ കാണുന്ന നമ്മൾ ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ടീസറിൽ ബാസിയുടെ കഥാപാത്രം പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. ഇതിൽ പറയുന്നുണ്ട്, എൻ്റെ തലയ്ക്കകത്ത് മുഴുവൻ ഇടിയും മഴയും കാറ്റുമാണ്, പൊളിറ്റിക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ആ പറയുന്ന പർട്ടിക്കുലർ ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ബാസിക്കാണ് പറ്റുക. അതാണ് ഒന്നാമത്തെ കാര്യം. 2, ബാസിയെ ഞാൻ കാണുന്നത് ബാസിയെ ഒരിക്കലും കൊച്ചിയിൽ നിൽക്കുന്ന ഒരു ആക്ടറായിട്ടല്ല, അയാളെ എവിടെയും പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹത്തിന് തിരുവനന്തപുരത്തിൽ നിൽക്കുന്ന ഒരു ആക്ടറായിട്ടല്ല എനിക്ക് കാണാറുള്ളൂ. ഞാനവരെ എവിടെ വേണമെങ്കിലും എനിക്ക് പ്ലേസ് ചെയ്യാമെന്നുള്ളത്. പക്ഷെ അത് ബാസി എടുത്ത് പറഞ്ഞു, ബാസി പെട്ടെന്ന് തന്നെ അത് അക്സെപ്റ്റഡായി. ചെമ്പനും അക്സെപ്റ്റഡായി, സെന്തിലും ചെയ്തു. അപ്പോൾ അവരവിടെ വന്നിട്ട് അവരിട്ട് എഫർട്ട് എന്ന് പറഞ്ഞാൽ അവർ ആ ഡയലക്ട്സിലും ആ പറയുന്ന സിറ്റുവേഷനിലേക്കും അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ പ്രൊമിസസിലേക്കും അവർ അഡാപ്റ്റ് ചെയ്യുമായിരുന്നു. ഞാനതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുത്തു. കാരണം ഡയലോഗ്സ് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്ത് അവരെ പഠിപ്പിക്കാൻ നിർത്തി ഒക്കെ ചെയ്തിരുന്നു. ബട്ട് അവർ നന്നായി അത് കൺസീവ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ചെമ്പൻ വിനോദ് ജോസിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിരന്തര കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ്. അദ്ദേഹം ഭസ്മക്കുറിയൊക്കെ ഇട്ട് കുടുംബസ്ഥനായിട്ടാണ് അഭിനയിക്കുന്നത്. ട്രോളുകളൊക്കെ എൻജോയ് ചെയ്യാറുണ്ടോ? എൻജോയ് എന്ന് പറഞ്ഞാല് മീൻസ് ഈ പറഞ്ഞ കാണുമ്പോഴത്തേക്ക് എങ്ങനെയാ മീൻസ് ട്രോൾ വീഡിയോസ് വരാറുണ്ട്. ഈ നാക്കുമുക്കയുടെ ഒക്കെ വീഡിയോ ഒക്കെ വന്നപ്പോ ശരിക്കും അത് എങ്ങനെയാ എടുക്കണ്ടല്ലോ, അതവിടെ ഇരിക്കല്ലേ. കണ്ടായിരുന്നു. അല്ല ഞാൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആരെയും ഫോളോ ചെയ്യാറില്ല, അപ്പൊ ഞാനായിട്ടൊന്നും പോയി എടുക്കാറില്ല. എനിക്ക് താല്പര്യമുള്ള കാര്യം ഞാൻ സെർച്ച് ചെയ്ത് പോയി തപ്പി കാണാറേയുള്ളൂ. ഇതെനിക്ക് എടുക്കാൻ തോന്നാറില്ല, ഒന്നും എടുക്കാറില്ല. അല്ല ശരിക്കും അല്ല ഈ ആ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ നിൽക്കുന്നതുകൊണ്ടും കൂടെയാണോ അത്? എന്ത് ഈ ഇൻസ്റ്റയിൽ ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വേണ്ടെന്നുള്ള ഡിസ്ട്രാക്ഷൻ ഏത് സ്പേസ് നിൽക്കുന്ന ആളാണെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ളതും പ്രയോജനപ്പെടുന്നതും കാര്യം മാത്രം നമ്മൾ എടുത്താൽ മതിയല്ലോ, അല്ലാത്ത എടുക്കണ്ടല്ലോ. അതിപ്പം ഒരാളിപ്പം നമ്മൾ ട്രോൾ ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ വ്യൂവർഷിപ്പ് കൂടാനും
എന്നെ ട്രോളിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളുടെ കയറും എന്നുള്ളത് കൊണ്ട് അയാളുടെ ബോധ്യം കൊണ്ട് ചെയ്യുന്നതാണല്ലോ. അതിപ്പോൾ ഞാൻ പോയി എടുക്കുന്ന കാര്യം അയാൾക്ക് മാത്രം പ്രയോജനമുള്ള കാര്യമാണ്. ചിലര് പറയണ്ട ഞാനങ്ങനെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഞാൻ അധികം നോക്കാറില്ല, അല്ലെങ്കിൽ ഫോളോ ചെയ്യാറില്ല, ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് വരെ ഞാൻ കാണും. ഓഫ്കോഴ്സ് ഇതിപ്പോൾ ഇത്രയും വൈറലായിട്ട് സാധനങ്ങൾ ഓടി നടക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ ഇപ്പോൾ കാണും, നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കാണും. പക്ഷെ ഞാൻ അതിന് പുറകെ പോകാറില്ല. ഗണേഷ് അതിപ്പോ അങ്ങോട്ട് പോകാറില്ല, നമ്മള് നമ്മുടെ പണി നോക്കി നമ്മൾ ചെയ്യാറുള്ളൂ. ഇപ്പൊ എൻഡ് ഓഫ് ദ ഡേ പബ്ലിസിറ്റി പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ പാട്ടിന്റെ സ്ട്രീംസ് കൂടും, നമുക്ക് അതിന്റെ റവന്യൂ കൂടി വരാറുണ്ട്. ദാറ്റ്സ് ഓൾ ദാറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആ ബാങ്ക് അക്കൗണ്ട് ഇസ് ബിക്കമിങ് ബിഗർ. ഞാൻ അങ്ങനെ മാത്രമേ കാണാറുള്ളൂ. ശരിക്കും ഇപ്പൊ ആരോ നെഞ്ചില് എല്ലാ സ്റ്റേജില് പാടാൻ പറയുമ്പോ ശരിക്കും ഭയങ്കര എക്സോസ്റ്റഡ് ആവും ഇടയ്ക്കൊക്കെ പാടാൻ പറയുമ്പോഴത്തേക്ക്. പാടാൻ പറയുന്നല്ല, നമ്മളങ്ങനെ ആരെങ്കിലും പറയുന്ന പാടാറില്ല. നമ്മള് 1.5 മണിക്കൂറിന് സെറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാ പോവാറുള്ളത്. പോകുന്നു, ആ സോങ് ലിസ്റ്റ് പാടുന്നു, തിരിച്ചു. അല്ലാത്ത സമയത്ത് ഇപ്പൊ റെഗുലർ ഇന്റർവ്യൂസ് ഒക്കെ ആണെങ്കിലും പാടുമെന്ന് ചോദിക്കുമ്പോ ഇല്ല, ഞാൻ പാടിയ പാട്ടല്ലേ. ആരോണെഞ്ചിൽ എപ്പോഴും ഇഷ്ടപ്പെട്ട് നമ്മള് എന്റെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച ഒരു പാട്ടാണ്. അതിന് വേണ്ടിയാണ് ഇത്രയും ചിലവര് പറയാ പ്ലീസ് അത് ഞാൻ എപ്പോഴും എല്ലായിടത്തും പാടാറുണ്ട്, സോ എനിക്കത് ചിലവര് പറയാറുണ്ട്. ഇല്ല, അത് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള പാട്ടല്ലേ, അതിപ്പം ചോദിക്കുന്നത് ഞാൻ തന്നെ പറയും. താങ്ക് യു. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം, താനെ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം, ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ, അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ. സായബ സായബ മൂന്ന് മനോഹരമായ പാട്ടുകൾ ഈ സിനിമയിൽ ഗൗരി ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു 2 പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഒരു പാട്ട് സൂര്യസന്തോഷ് നായർ. അപ്പൊ ഇതിലേയും കൂടെ ഒരു പാട്ട് കേൾക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? ഞാൻ ബാക്കിംഗ് ഒരു പാട്ട് റിലീസായിരിക്കുന്നത്, 2 പാട്ടും കൂടി വരാനുണ്ട്. ഫസ്റ്റ് പാട്ട് കാത്തിരുന്നേ എന്ന് പറഞ്ഞ പാട്ടാണ്. ഇപ്പൊ 2 ദിവസം മുന്നേ വന്നതേ ഉള്ളു പാട്ട്. കാത്തിരുന്നേ ഞാൻ നിന്നെ, കാത്തിരുന്നേ ഞാൻ വെയിലായി മഞ്ഞായി മഴയായി, എന്നിട്ടും കാത്തിരുന്നേ ഞാൻ, കാത്തിരുന്നേ ഞാൻ. നൈസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫെബ് 21 ഇടിമഴക്കാറ്റ് തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നല്ലൊരു തുടക്കമാവട്ടെ എല്ലാവർക്കും ഈ ഒരു വർഷം. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ. താങ്ക് യു. താങ്ക് യു.